അഭിഷേകത്തിൻ പെരുമഴ, അനുഗ്രഹത്തിൻ പെരുമഴ, അഭിഷേകത്തിൻ പെരുമഴ, അനുഗ്രഹത്തിൻ പെരുമഴ, പെയ്തിറങ്ങട്ടെ 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 പെയ്തിറങ്ങട്ടെ. അഭിഷേകത്തിൻ പെരുമഴ, അനുഗ്രഹത്തിൻ പെരുമഴ, അഭിഷേകത്തിൻ പെരുമഴ, അനുഗ്രഹത്തിൻ പെരുമഴ. പ്രാർത്ഥിക്കുമ്പോൾ അഭിഷേകം, ആരാധിക്കുമ്പോൾ അഭിഷേകം, പ്രാർത്ഥിക്കുമ്പോൾ അഭിഷേകം, ആരാധിക്കുമ്പോൾ അഭിഷേകം, സ്തുതിച്ചിടുമ്പോൾ അഭിഷേകം, ദിവ്യകാരുണ്യത്തിൻ അഭിഷേകം, സ്തുതിച്ചിടുമ്പോൾ അഭിഷേകം, ദിവ്യകാരുണ്യത്തിൻ അഭിഷേകം, അഭിഷേകത്തിൻ പെരുമഴ, അനുഗ്രഹത്തിൻ പെരുമഴ, പെയ്തിറങ്ങട്ടെ 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 പെയ്തിറങ്ങട്ടെ. അഭിഷേകത്തിൻ പെരുമഴ, അനുഗ്രഹത്തിൻ പെരുമഴ, അഭിഷേകത്തിൻ പെരുമഴ, അനുഗ്രഹത്തിൻ പെരുമഴ. തിരുവചനത്തിൻ അഭിഷേകം, പരിശുദ്ധാത്മാഭിഷേകം, തിരുവചനത്തിൻ അഭിഷേകം, പരിശുദ്ധാത്മാഭിഷേകം, തിരുരക്തത്തിൻ അഭിഷേകം, യേശുനാമത്തിൻ അഭിഷേകം, തിരുരക്തത്തിൻ അഭിഷേകം, യേശുനാമത്തിൽ അഭിഷേകം. അഭിഷേകത്തിൻ പെരുമഴ, അനുഗ്രഹത്തിൻ പെരുമഴ, പെയ്തിറങ്ങട്ടെ 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 പെയ്തിറങ്ങട്ടെ. അഭിഷേകത്തിൻ പെരുമഴ, അനുഗ്രഹത്തിൻ പെരുമഴ, അഭിഷേകത്തിൻ പെരുമഴ, അനുഗ്രഹത്തിൻ പെരുമഴ.
Hallelujah. Hallelujah. Amen. Glory. Hallelujah. Hallelujah. ദൈവത്തിന്റെ ആത്മാവ്, The Spirit of God, പരിശുദ്ധാത്മാവ് the Holy Spirit is coming upon you. is coming upon you. നിങ്ങൾ നിന്റെ എല്ലാവരുടെയും മേൽ മേൽ വരുന്നു. വരുന്നു. നിന്റെ മേൽ, On നിന്റെ you. മേൽ. Receive. Receive the Holy Spirit. Glory. Glory. നിറയട്ടെ, എല്ലാ ഹൃദയങ്ങളും നിറയട്ടെ, ഒരു ശരീരവും നിറയട്ടെ, ഒരു ആത്മാവും നിറയട്ടെ. പിതാവിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന പരിശുദ്ധാത്മ ശക്തിയാൽ നിറയുക, നിറയുക. Be filled, be filled, be filled. The supernatural anointing of the Holy Spirit. Spirit in Jesus. Spirit in Jesus. Spirit in Jesus. That is fire. That is fire. That is fire. Amen. 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 നിറയട്ടെ, 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 നിറയട്ടെ. Glory, glory, hallelujah. നിന്മേൽ ഭരണം നടത്തുന്ന പാപത്തിന്റെ, രോഗത്തിന്റെ, ശാപത്തിന്റെ സകല ശക്തികളെ പിഴുതെറിഞ്ഞിരിക്കുന്നു. വിട്ടുപോ. Out in the name of Jesus Christ of Nazareth. ഞെരുക്കുന്ന, പീഡിപ്പിക്കുന്ന സകല വ്യാധികളും രോഗങ്ങളും യേശുവിന്റെ നാമത്തിൽ പോൽ നിർവീര്യമായി പോകട്ടെ. Be free. നിന്റെ ശരീരത്തിൽ ഭരണം നടത്തുന്ന തലമുറയുടെ സ്വാധീനങ്ങൾ, എല്ലാ അശുദ്ധാത്മകളുടെ സ്വാധീനങ്ങളെ I bind it in the name of Jesus. I rebuke it in the name of Jesus Christ of Nazareth. Be free. Be free. And you will be free. Hallelujah. Hallelujah. സ്തുതിക്കട്ടെ. Hallelujah. Hallelujah. വലിയ സന്തോഷത്തിൻ്റെ നിമിഷങ്ങളാണ് നമ്മൾ ആയിരിക്കുന്നത്. We are in the moments of great happiness. നമ്മുടെ സന്തോഷത്തിൻ്റെ കാരണം The cause of our joy is 100 വർഷങ്ങൾക്ക് മുൻപ് 100 years ago പോർച്ചുഗലിലെ ഫാത്തിമയിൽ in Portugal, Fatima, പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ കന്യകാമാതാവ് Our Lady who appeared in Fatima, ആ 3 കുട്ടികൾക്ക് ഭരമേൽപ്പിച്ചതായ ഉത്തരവാദിത്തങ്ങൾ, the work she entrusted to the 3 kids, സഭയോട് പറയുവാൻ ആവശ്യപ്പെട്ട കാര്യങ്ങൾ, the things which were entrusted to them to tell to the സഭ church, ചെയ്യുവാൻ നിർദ്ദേശിച്ച കാര്യങ്ങൾ, the things which were instructed to be done by the church, പലതും ഇന്നും നടന്നിട്ടില്ല, നിറവേറപ്പെട്ടിട്ടില്ല. many things have not been taken place. പരിശുദ്ധ അമ്മയുടെ ഫാത്തിമയിലെ 3 രഹസ്യങ്ങളെന്ന് ലോകത്തിൽ അറിയപ്പെടുന്നു. The 3 secrets of Fatima has been known in the world now. മൂന്നാമത്തെ രഹസ്യം എന്താണെന്ന് ഇന്നും ലോകത്തിന് അറിയില്ല. The third secret is not known to the world. മൂന്നാം രഹസ്യം എന്ന് പറഞ്ഞ് കഴിഞ്ഞുപോയ കാലങ്ങളിൽ അത് പ്രസിദ്ധീകരിച്ചുവെങ്കിലും അതൊരിക്കലും മൂന്നാം രഹസ്യം ആയിരുന്നില്ല. Though the third mystery has been published, it is not the third secret actually. കഴിഞ്ഞുപോയ 102 വർഷങ്ങളായി സംഭവിച്ചതായ പരാജയങ്ങൾ സ്വർഗം വിലയിരുത്തുകയും The failures which have occurred in the past 102 years has been accounted by the heaven. പരിശുദ്ധ മറിയത്തിന്റെ കരങ്ങളിലൂടെ നിറവേറപ്പെടേണ്ടതായ ദൗത്യങ്ങൾ And the duties which had to be taken place through the hands of a holy mother, അത് നിറവേറ്റപ്പെടേണ്ടതാണ്. those things should take place. അത് നിറവേറ്റുവാൻ വേണ്ടി To complete those things ഈ ഇന്ത്യ ഭാരത രാജ്യത്ത്, in this country India, കേരളം എന്ന സംസ്ഥാനത്ത്, in the state of Kerala, ഈ സൂര്യനിലെ ദേശത്ത്, in the land of Surinali, ഇവിടെ ദൈവം വളർത്തിയെടുത്ത here God has grown ഒരു പുതിയ ഇസ്രായേൽ, the new Israel, ഒരു പുതിയ വിശുദ്ധ സമൂഹം, the new holy nation, സ്പിരിറ്റ് ഇൻ ജീസസ്, Spirit in Jesus, ഈ സമൂഹത്തെ this community ആ വലിയ ദൗത്യം ഏൽപ്പിക്കുകയാണ്. has been entrusted with that great duty. ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. I repeat, 917 ഫാത്തിമയിൽ പരിശുദ്ധ അമ്മ നൽകിയ നിർദ്ദേശങ്ങൾ the instructions which have been given by Our Lady in പാലിക്കപ്പെടാതെ വന്നതുകൊണ്ട്
because it has not been followed, ലോകം മുഴുവനിലും ഉണ്ടായിട്ടുള്ള വലിയ നാശങ്ങൾ, the great destruction that has taken place throughout പിശാചിന്റെ ക്രൂരമായ ഭരണം, the cruel dominion of the Satan, അനേകർ ദൈവവിശ്വാസം ഉപേക്ഷിച്ചു. many have renounced their faith. ഇന്ന് കത്തോലിക്ക സഭയുടെ ഉന്നത ശ്രേണികളിൽ പോലും പിശാചിന്റെ സ്വാധീനവും ആധിപത്യവും കുടികൊള്ളുന്നു. Even in the most high places of the Catholic Church, the dominion of the Satan has been there. ഫാത്തിമയിൽ പരിശുദ്ധ അമ്മ നൽകിയ സന്ദേശങ്ങൾ, The instructions which has been given by the Holy Mary in അത് Fatima, തിരുസഭ നിറവേറ്റിയിരുന്നുവെങ്കിൽ if the church had followed it, ലോകം ഇന്ന് മറ്റൊന്നായി മാറുമായിരുന്നു. the world would have been a different place now. അത് സംഭവിക്കാതെ വന്നതുകൊണ്ട് Because it has not taken place, കർത്താവായ ദൈവം തിരഞ്ഞെടുത്ത God has chosen ഈ സമൂഹത്തെ, this community, ഈ വലിയ ഉത്തരവാദിത്വം this great ഇന്ന് ഭരമേൽപ്പിച്ചിരിക്കുകയാണ്. has been entrusted to us today. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. Hallelujah. മറ്റൊരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ, In other words, ഇന്ന് today, ഫാത്തിമയെ Fatima, നമ്മൾ ഇവിടെ we കൊണ്ടുവന്നിരിക്കുകയാണ്. have brought Fatima here. ഹല്ലേലൂയ. Hallelujah. സ്തോത്രം. നമുക്ക് ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം പ്രിയപ്പെട്ടവരെ. Let's all stand for a moment. കൈവിടുത്തി പിടിക്കാം സ്വർഗത്തിലേക്ക്. Let's raise our hands to heaven. സ്വർഗത്തിലെ പിതാവിന്റെ വലിയ പദ്ധതികള് The great plans of our Heavenly Father. ഞാൻ ഇന്ന് ഇവിടെ നിന്ന് പ്രഖ്യാപിക്കുമ്പോഴും When I'm proclaiming it here, എനിക്ക് അറിവില്ലായിരുന്നു I didn't know that. എന്താണ് ദൈവത്തിന്റെ പദ്ധതി എന്ന്. I didn't know what was God's പക്ഷെ ദൈവത്തിന്റെ plan. ആത്മാവില് But in God's Spirit, ഞാനത് ഡിക്ലെയർ ചെയ്യണം, പ്രഖ്യാപിക്കുക. I'm declaring it. ഫാത്തിമയിൽ പരിശുദ്ധ അമ്മ ഏൽപ്പിച്ച ദൗത്യം ഇന്ന് ഈ ഡിസംബർ 8 തീയതി ഇവിടെ ഈ മേരിലാൻഡില് സൂര്യനഗരത്തിലെ കർത്താവിന്റെ മക്കൾക്ക്, കർത്താവിന്റെ വിശുദ്ധ സ്പിരിറ്റ് ജീസസിനെ ആ വലിയ ദൗത്യം ഇപ്പോൾ ഫലമേൽപ്പിക്കുകയാണ്. ഈ സമൂഹത്തിലൂടെ ഫാത്തിമയിലെ മാതാവിന്റെ നിർദ്ദേശങ്ങള് ഈ ഭൂമിയിൽ നിറവേറപ്പെടുക തന്നെ ചെയ്യും, നിറവേറപ്പെടുക തന്നെ ചെയ്യും, അത് നിറവേറപ്പെടുക തന്നെ ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Today, through Spirit and Jesus, the great duties which has been entrusted by our mother in Fatima has taken place, and it has been entrusted to this holy nation, Spirit and Jesus today. ഫാത്തിമയിലെ പരിശുദ്ധ അമ്മ നൽകിയ ഒരു വലിയ വെളിപ്പെടുത്തലായിരുന്നു. The great revelation that has been revealed by our mother in Fatima was ആ 3 കുട്ടികൾക്ക്, to the 3 kids, ഫ്രാൻസിസ്, ജസീന്ത, ലൂസി, 3 കുഞ്ഞുങ്ങൾക്ക് Francis, Jacinta and Lucy. പരിശുദ്ധമ്മ അവരോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം കാണാൻ പോവുകയാണ്, ഭയപ്പെടരുത്. The Holy Mother told the kids, you're going to see one thing, but you should not be afraid after seeing it. അത് പറഞ്ഞ പരിശുദ്ധ മാതാവ് കരങ്ങളൊന്ന് വീശി. After saying that, she waved her hands. ആ നിമിഷം ആ കുഞ്ഞുങ്ങൾ കണ്ടത് തീക്കടലാണ്. In that moment, the kids saw fire. അഗ്നികടലാണ് അവർ കണ്ടത്. They saw a sea of fire. ഒരു അഗ്നിയുടെ സമുദ്രമാണ് അവർ കണ്ടത്. They saw a sea of fire. നിറയെ ആത്മാക്കള്, Lots of souls. അഗ്നിയിൽ കിടന്ന് അലറി വിളിക്കുന്ന ആത്മാക്കള്, Many souls were crying in the അനേകം sea of fire. പിശാചികള്. Many demons. ഈ കാഴ്ച കണ്ട കുഞ്ഞുങ്ങൾ ഭയന്ന് നിലവിളിച്ചു. After seeing this vision, the kids got scared and they cried പരിശുദ്ധമ്മ out. ആ നിമിഷം തന്നെ ആ കാഴ്ച മാറ്റിക്കളഞ്ഞു. Immediately, the mother withdrew the vision. അമ്മ ഒരു കാര്യം പറയുകയാണ്, Mother told one thing. പാപികളുടെ ആത്മാക്കൾ പോകുന്ന നരകം നിങ്ങൾ കണ്ടുവല്ലോ. You have seen the hell where the poor souls of sinners go. പാപികളുടെ ആത്മാക്കൾ പോകുന്ന നരകം നിങ്ങൾ കണ്ടുവല്ലോ. You have seen the place where the poor souls of sinners go. എന്നിട്ട് പറഞ്ഞിരിക്കുകയാണ്, ടു സേവ് them, അവരെ രക്ഷിക്കുവാൻ വേണ്ടി. And she said, to save them. എന്റെ വിമല ഹൃദയ ഭക്തി The devotion to my immaculate heart, ഈ ലോകത്തിൽ സ്ഥാപിക്കുവാൻ it has to be established. സ്വർഗ്ഗത്തിലെ പിതാവായ ദൈവം ആഗ്രഹിക്കുന്നു. The Father wants the devotion to my immaculate heart to be established in this നിങ്ങൾ world. നിരന്തരമായി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം. You should recite the rosary daily. നിങ്ങൾ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചാൽ ആത്മാക്കൾ രക്ഷപ്പെടുകയും When you say the rosary, the souls will get salvation. ഒന്നാം ലോകമഹായുദ്ധം അവസാനിക്കുകയും ചെയ്യും. And the first world war will come to an end. മാതാവ് പറഞ്ഞത് വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ്. I repeat what the Holy Mother said. നിങ്ങൾ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചാൽ When you say the rosary and pray, അനേകം ആത്മാക്കൾ രക്ഷപ്പെടുകയും many souls will be saved. ലോകത്തിൽ സമാധാനം ഉണ്ടാവുകയും ചെയ്യും. And there will be peace in the world. ഒന്നാം ലോകമഹായുദ്ധം അവസാനിക്കും. The first world war will come to an end.
പ്രിയമുള്ളവരെ, Dear people, പരിശുദ്ധ അമ്മ കുഞ്ഞുങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ the things which the Holy Mother told the kids, അവർ സഭയിലെ അധികാരികൾക്ക് വെളിപ്പെടുത്തി. when they revealed it to the authorities of the church, തങ്ങൾ നരകം കണ്ടുവെന്നും they told that they saw hell, നരകത്തിലെ ആത്മാക്കൾ രക്ഷിക്കാൻ വേണ്ടി ജപമാല ചൊല്ലുവാൻ അമ്മ ആവശ്യപ്പെട്ടുവെന്നും and the Holy Mother wanted everyone to recite the rosary to save the ആ soul. കുട്ടികൾ വെളിപ്പെടുത്തിയപ്പോൾ When the kids revealed this, അത് സ്വീകരിക്കുവാൻ അനേകം പേർക്ക് കഴിഞ്ഞില്ല. many people were not able to accept it, കാരണം നരകം എന്നുള്ളത് because അടച്ചുകളഞ്ഞ അധ്യായമാണ്. hell was a closed chapter. നശിച്ചുപോയ മനുഷ്യാത്മാക്കൾ കിടക്കുന്ന സ്ഥലമാണത്. It was a place where the destroyed souls of the people were. അവിടെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മാതാവ് ആവശ്യപ്പെടുകയോ When will Mary ask people to pray for those അത് souls, വെറും ഭോഷത്വമാണെന്ന് അവർ വിധിച്ചു. they said it's just a foolishness, കാരണം അവർ ചരിത്രങ്ങൾ പരിശോധിച്ചു, because they went through the history. കത്തോലിക്ക സഭയുടെ പഠനങ്ങൾ അവർ പരിശോധിച്ചു. They searched the teachings of the Catholic Church. ആ പഠനങ്ങൾ പ്രകാരം ഇത് ഒരിക്കലും സംഭവിക്കാൻ പറ്റുന്ന കാര്യമല്ല. According to those teachings, these things will never take place. കാരണം മാരകമായ പാപത്തിൽ മരിച്ചവൻ നരകത്തിൽ പതിച്ചാൽ പിന്നെ രക്ഷയില്ല എന്നതാണ് സഭയുടെ പഠനം. Because the teaching of the Catholic Church is those who die in mortal sin will not be saved. ഈ പഠനത്തിനെതിരെ മാതാവ് സംസാരിക്കുകയോ ശുദ്ധഭോഷത്വമാണത്. Will Mary speak against such a teaching? It's complete foolishness. അതായിരുന്നു അവരുടെ അഭിപ്രായം. That was their conclusion. അതുകൊണ്ട് തന്നെ സ്വീകരിക്കുവാൻ സഭയ്ക്ക് കഴിഞ്ഞില്ല. That's why the church is not able to accept it. പക്ഷെ കുറെ പേരൊക്കെ ജപമാല ചൊല്ലാൻ തുടങ്ങി. But some people started to recite the rosary. അന്ന് പരിശുദ്ധ അമ്മ പറഞ്ഞിരുന്നു, That day mother told, നിങ്ങൾ ജപമാല ചൊല്ലി ആത്മാക്കൾ രക്ഷിക്കുന്നില്ല എങ്കിൽ if you are not saving the souls by reciting the rosary, അടുത്ത ഭാവിയിൽ തന്നെ in the coming future, ഒരു രണ്ടാം ലോകമഹായുദ്ധം പൊട്ടിപ്പുറപ്പെടും. a second world war will break out. അത് ഒന്നാം ലോകമഹായുദ്ധത്തെക്കാൾ ഭീകരമായിരിക്കും. It will be more grievous than the first world war. വലിയൊരു മുന്നറിയിപ്പ് തന്നിരുന്നതാണ്. It was a great precaution. ആദ്യത്തെ മുന്നറിയിപ്പ് അവഗണിച്ചു കളഞ്ഞു. They didn't put forth, like they didn't consider her warning. വളരെ വേഗത്തിൽ രണ്ടാം ലോകമഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. Soon the second world war broke forth. യൂറോപ്പിനെ അനേക രാജ്യങ്ങളെ നശിപ്പിച്ചു കളഞ്ഞു. It destroyed many countries along with Europe. ലോകമെല്ലാം വലിയ നാശമുണ്ടായി. There was a great destruction in the whole world. ആ സമയത്ത് അനേകം ആൾക്കാർ മാതാവിനോട് നിലവിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി, ജപമാല ചൊല്ലാൻ തുടങ്ങി. At that time many people cried out to Mother Mary and they started reciting the rosary. ആ യുദ്ധം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴോ After the world war got end, ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ദൈവവിശ്വാസമാണ് സാത്താൻ തകർത്തു കളഞ്ഞത്. Satan destroyed the faith of many people. കാരണം ആരാണ് യുദ്ധം ചെയ്തവര്? Because who were the people who ഒരേ കർത്താവ് യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന യൂറോപ്പിലെ വിവിധ രാജ്യക്കാരാണ് യുദ്ധം ചെയ്തത് പരസ്പരം. It was the people in Europe who believed in the name of Jesus Christ. കത്തോലിക്ക വിശ്വാസത്തിന് നെടുങ്കോട്ടകളായിരുന്ന യൂറോപ്പിലെ അനേക രാജ്യങ്ങള് ചേരിതിരിഞ്ഞ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്തു. The countries which believed in Christ fought against each other. അവരെല്ലാം വിളിച്ച് പ്രാർത്ഥിച്ചത് ഒരേ കർത്താവിനെയും ഒരു പരിശുദ്ധ മറിയത്തെയുമാണ്. They all called upon the same Lord and prayed to the same Lord. പക്ഷേ അവർ പരസ്പരം യുദ്ധം ചെയ്തവരായിരുന്നു. But they were the ones who fought against each other. അനേക ലക്ഷങ്ങൾ കൊല്ലപ്പെട്ടു. Many people, lakhs of people were killed. അനേകം സ്ത്രീകൾ വിധവകളായിട്ട് മാറി. Many women were turned into widows. അനേക കുഞ്ഞുങ്ങൾക്ക് അപ്പന്മാർ നഷ്ടപ്പെട്ടു. Many kids lost their father. അനേക മാതാപിതാക്കൾക്ക് മക്കൾ നഷ്ടപ്പെട്ടു. Many parents lost their children. ആ യുദ്ധത്തിന്റെ കെടുതികൾ ലോകമെല്ലാം ഉണ്ടായി പ്രിയപ്പെട്ടവരെ. The aftermath of the world war took place all over the world. യൂറോപ്പിലെ ക്രൈസ്തവ കത്തോലിക്ക വിശ്വാസം ജീവിച്ചിരുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരെ ദൈവത്തെ ഉപേക്ഷിച്ചു. The many people who believed in Europe renounced their faith. ഇന്ന് യൂറോപ്യൻ രാജ്യങ്ങളിൽ സംഭവിച്ചിരിക്കുന്ന ഈ മൂല്യച്യുതിയുടെ പ്രധാനപ്പെട്ട കാരണം അതാണ്. തങ്ങൾ വിളിച്ചപേക്ഷിച്ച ഒരു ദൈവം, വിശ്വാസം യേശു ക്രിസ്തു, ഒരേ യേശുവിന്റെ നാമത്തിൽ വിശ്വസിച്ചവര് പരസ്പരം യുദ്ധം ചെയ്ത് നശിച്ചപ്പോൾ ദൈവമില്ല എന്ന് അവർ ചിന്തിക്കാൻ തുടങ്ങി. That is the reason for the fall of Europe, when the people who worship the same God fought against each other. ഇന്ന് യൂറോപ്പിലെ ദേവാലയങ്ങൾ വലിയ എത്രയോ 1000 10,000 നിൽക്കേണ്ട ദേവാലയങ്ങള് 10 15 20 പേര് മാത്രമായി ചുരുങ്ങിയിരിക്കുന്നു. The churches in Europe where thousands of people should stand, only 10 to 15 people are standing now. ഫാത്തിമയിൽ പരിശുദ്ധ മാതാവ് ആവശ്യപ്പെട്ട കാര്യങ്ങൾ സഭ ചെയ്തിരുന്നെങ്കിൽ ആ യുദ്ധം ഉണ്ടാകുമായിരുന്നില്ല. Only if people followed the instructions given by Mother Mary in Fatima, the second world war would have never taken place. ഞാനിത് പറയുന്നതിലൂടെ ഐ ആം നോട്ട് ജഡ്ജിങ് എനിവൺ, ഞാൻ ആരെയും വിധിക്കുകയല്ല, കുറ്റപ്പെടുത്തി പറയുകയല്ല. When I'm saying this, I'm not
judging anyone or complaining against anyone. സംഭവിച്ച ദുരന്തങ്ങളുടെ മൂലമായ കാരണമാണ് ഞാൻ വെളിപ്പെടുത്തിയത്. I'm telling you only the sole reason of the destructions that have taken place. ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ മറ്റൊരു സംഭവമാണ്, അന്ന് പരിശുദ്ധ അമ്മ ആവശ്യപ്പെട്ടിരുന്നു റഷ്യയെ പരിശുദ്ധ മറിയത്തിന് ബലിവൃതം സമർപ്പിക്കണം. One thing she asked, the Holy Mother asked on that time was to consecrate Russia to her Immaculate Heart. എന്തുകൊണ്ടാണ് റഷ്യയെ മാതാവിന് ബലിവൃതം സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടത്? Why did she ask to consecrate Russia to her Immaculate Heart? റഷ്യ സാത്താന്റെ ആധിപത്യമുള്ള ഒരു രാജ്യമായതുകൊണ്ടാണ്. Russia was a country with the dominion of Satan. അവിടെ നിന്നാണ് ചുവന്ന സർപ്പം എന്ന കമ്മ്യൂണിസ്റ്റ് ലോകമെല്ലാം വ്യാപിച്ചത്. From there the red dragon, the communism broke forth. ആ ക്രിസ്തീയ രാജ്യങ്ങളിൽ അനേകം രാജ്യങ്ങളിലേക്ക് കമ്മ്യൂണിസം കടന്നു വന്ന് ജർമ്മനി രണ്ടാട് വിഭജിക്കപ്പെട്ടു. അനേകം വൈദികർ കൊല്ലപ്പെട്ടു, എത്രമാർ വധിക്കപ്പെട്ടു, കന്യാസ്ത്രീ വധിക്കപ്പെട്ടു, വിശ്വാസികൾ വധിക്കപ്പെട്ടു. വലിയ തകർച്ചയും നാശവുമാണ് അന്ന് യൂറോപ്പിൽ സംഭവിച്ചത്. Because of the communism coming forth in Russia, many destruction happened to the Catholic Church. Many faithful people were killed and the priests were killed. വലിയ നാശമാണ് സഭയ്ക്കുണ്ടായത്. A great destruction happened to the Catholic Church. പ്രാർത്ഥിക്കാൻ അവസരമില്ല, ദേവാലയങ്ങൾ അടച്ചുപൂട്ടി. There was no chance to pray. All the churches were closed. സാത്താൻ അവന്റെ ഭരണം യൂറോപ്പിനെ മുഴുവനും പിടിച്ചു കുലുക്കി. The rule of Satan shook the entire Europe. എന്നാൽ എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് But later, after so many years, മാതാവ് ആവശ്യപ്പെട്ട കാര്യം നിർവഹിക്കുവാൻ തിരുസഭ തയ്യാറായത്. after so many years, the church was willing to do the thing that was. എന്ന് പരിശുദ്ധ മറിയത്തിന്റെ ബലിവൃതത്തിലേക്ക് റഷ്യയെ സമർപ്പിച്ചുകൊണ്ട് മാർപ്പാപ്പ പ്രാർത്ഥിച്ചുവോ? When the Pope consecrated Russia to the Immaculate Heart of Mary and prayed, അതിനുശേഷമാണ് റഷ്യയിലെ വലിയ മാറ്റം സംഭവിച്ചത്. only after that great changes took place in Russia. സോവിയറ്റ് റഷ്യ ഇല്ലാതായി തീർന്നു. The Soviet Union was not stopped. ക്രിസ്തീയ കത്തോലിക്ക രാജ്യങ്ങൾക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. The Christian countries got freedom. ജർമ്മനി രണ്ടായിട്ട് വിഭജിച്ചിരുന്ന ബെർലിൻ മതില് ഇടിച്ച് തകർക്കപ്പെട്ടു. The wall was completely destroyed. എല്ലായിടത്തും സ്വാതന്ത്ര്യമുണ്ടായി. There was freedom everywhere. മതത്തിൽ വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യം മനുഷ്യർക്ക് ലഭിച്ചു. People got the freedom to choose their religion. പരിശുദ്ധ അമ്മയെ സഭ അനുസരിച്ചപ്പോൾ സംഭവിച്ച വലിയ കാര്യമാണ് അന്ന് റഷ്യയിൽ സംഭവിച്ച പ്രിയപ്പെട്ടവരെ. When the Catholic Church obeyed Mary, this was a great thing that happened in Russia. അത് വലിയൊരു തെളിവാണ്. ഫാത്തിമ സന്ദേശത്തിന്റെ വലിയൊരു ഫ്രൂട്ട്, ഒരു ഫലമാണത്. തിരുസഭ മാർപ്പാപ്പ റഷ്യയെ സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ ആ ചുവന്ന സർപ്പത്തിന്റെ തല തകർക്കുവാന് പരിശുദ്ധ മറിയത്തെ കൊണ്ട് സാധിച്ചു. It was a great fruit and the result of the obeying Our Lady in Fatima. After they obeyed Our Lady of Fatima, the head of the red dragon was crushed. പക്ഷേ മാതാവ് പറഞ്ഞ ആ വലിയ സത്യം, നഷ്ടപ്പെട്ട ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവരെ രക്ഷപ്പെടുത്തണം. But the great truth which was told by Our Lady to save the souls of sinners, to save. അത് വീണ്ടും എല്ലാവരും മറന്നു, ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥയിലായി. It was forgotten by everyone and people started rejecting it. അങ്ങനെ ഫാത്തിമയിലെ സന്ദേശത്തിന്റെ 80 വർഷങ്ങൾ കഴിയുമ്പോഴാണ് Like that, after 80 years of the Fatima message, സ്വർഗത്തിൽ നിന്നും ഒരു അഭിഷേകത്തെ ഈ ദേശത്തേക്ക് അയച്ചുകൊണ്ട് കർത്താവ് അയോഗ്യനായ എന്നെ തിരഞ്ഞെടുത്ത് അഭിഷേകത്തിൽ തിരഞ്ഞെടുത്ത് നിയോഗിച്ചത്. an anointing was sent from heaven to me and God has appointed me after that. ഈ അഭിഷേകത്തിന്റെ ആരംഭം മുതൽ തന്നെ സംഭവിച്ച കാര്യമാണ് ആത്മാക്കൾ രക്ഷ എന്നുള്ളത്. The first thing that happened through this anointing was the salvation of souls. ലോകത്തിൽ മറ്റൊരിടത്ത് സംഭവിക്കാത്തതുപോലെ ആത്മാക്കൾ രക്ഷയെക്കുറിച്ച് പരിശുദ്ധാത്മാവിലൂടെ പഠിപ്പിക്കപ്പെട്ടു. The salvation of souls was taught through the Holy Spirit like it was done in no other part of the world. പരിശുദ്ധ കന്യാമറിയത്തിന്റെ നയിക്കപ്പെടലിലും നിയന്ത്രണത്തിലും ആത്മാക്കളെ രക്ഷപ്പെടുത്തുന്നത് എങ്ങനെയെന്ന് ദൈവത്തിന്റെ ആത്മാവ് പഠിപ്പിച്ചു. Through the guidance and teaching of Mother Mary, it was taught how to pray or do the action of salvation of souls. 988 കർത്താവ് എന്നെ അഭിഷേകം ചെയ്തു. In 1988, God anointed me. 989 മുതൽ ഞാൻ കർത്താവിന്റെ ശുശ്രൂഷകൾ ചെയ്യാൻ ആരംഭിച്ചു. From 1989 onwards, I started doing the work of God. ആ 89 എന്ന് ഞാൻ പരിശുദ്ധ ശുശ്രൂഷകൾ ആരംഭിച്ചുവോ ആദ്യത്തെ മെയ് മാസം പരിശുദ്ധ അമ്മയുടെ മാസത്തില് സംഭവിച്ച ഏറ്റവും വലിയ അത്ഭുതമാണ് മനുഷ്യരിൽ നിന്ന് അശുദ്ധാത്മാക്കൾ പുറത്തു വരുന്നത് കാണാൻ സാധിക്കുക, അവരെ പുറത്താക്കാൻ സാധിക്കുക. The great miracle which took place in 1989 while I was doing my public service was the evil spirits coming out of people. ഈ അശുദ്ധാത്മാക്കള്
മനുഷ്യാത്മാക്കളാണ് എന്ന് These evil spirits were the souls of human beings. 996 ആയപ്പോഴേക്കും വ്യക്തമായി വെളിപ്പെടുത്തപ്പെട്ടു, ഇവരെല്ലാം നഷ്ടപ്പെട്ടു പോയ മനുഷ്യരുടെ ആത്മാക്കളാണ്. In 1996, it came to be known that all these evil spirits were the souls of human beings. ഇവരൊന്നും പിശാചികളല്ല, They were not demons. പിശാചിനെ പിടിയിൽ പെട്ടുപോയ മനുഷ്യാത്മാക്കളാണ്. They were the human souls who were got into the hand of Satan. 997 പരിശുദ്ധ മറിയത്തിന്റെ സാന്നിധ്യത്തിൽ പരിശുദ്ധാത്മ പഠിപ്പിച്ചു ഈ അശുദ്ധാത്മാക്കളെ എങ്ങനെയാണ് കീഴ്പ്പെടുത്തേണ്ടത്. In 1997, through Holy Mary, the Holy Spirit taught how to make these souls to surrender. എല്ലാ ശുശ്രൂഷകന്മാരും അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിക്കുന്നു. കാരണം യേശു അധികാരം തന്നിട്ടുണ്ട്. അശുദ്ധാത്മാക്കളെ പുറത്താക്കാൻ യേശു തന്നെ അപ്പോസ്തലന്മാർക്ക് അധികാരം കൊടുത്തിട്ടുണ്ടായിരുന്നു. All the people, they just cast out the evil spirits because Jesus gave the authority to his apostles to cast out the evil spirits. 989 മുതൽ 996 വരെയും പ്രിയപ്പെട്ടവരെ, ഞാനും ഈ കൂട്ടായ്മ പ്രിയപ്പെട്ടവരും അതേ ശുശ്രൂഷയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അനേകം ആൾക്കാരിലും അശുദ്ധാത്മാക്കളെ പുറത്താക്കിക്കൊണ്ടിരുന്നു. From 1989 to 1996, I and other people of this community were doing the same service. We were casting out the evil spirits from people. എന്നാൽ 97 കർത്താവ് പറഞ്ഞു ഇവർക്ക് രക്ഷയുണ്ട്, ഇവരെ കീഴ്പ്പെടുത്തണം. But in 1997, the Lord told these souls have salvation. You have to make them surrender. ഇവരെ ബഹിഷ്കരിച്ച് പുറത്താക്കി വിടുകയല്ല ചെയ്യേണ്ടത്. കാരണം പുറത്താക്കപ്പെടുന്ന വീണ്ടും അലഞ്ഞു തിരിയും, വീണ്ടും തിരിച്ചു വരും, വീണ്ടും നാശമുണ്ടാകും. അതുകൊണ്ട് make them surrender, അവരെ കീഴ്പ്പെടുത്തുക. The Lord told to make them surrender instead of casting them out, because if they were cast out, they will wander and they will come back again, causing great destruction. പിശാചിന്റെ സാത്താന്റെ അടിമതി കിടക്കുന്ന ഒരു ആത്മാവിനെ വിടുവിക്കുവാൻ എങ്ങനെയാണ് കീഴ്പ്പെടുത്തേണ്ടത്? യേശുവിന്റെ നാമത്തിൽ അശുദ്ധാത്മാവിനെ ബന്ധിക്കാം, അതിനെ ബഹിഷ്കരിക്കാം എന്ന് കീഴ്പ്പെടുത്തുവാൻ വേണ്ടി കർത്താവ് പഠിപ്പിച്ച പാഠമാണ് പരിശുദ്ധ അമ്മയോടുള്ള പ്രാർത്ഥന, ജപമാല പ്രാർത്ഥന. In the name of Jesus Christ, you can bind a soul and cast it out, but to make it surrender, you need to pray to the Holy Mother through the Holy Rosary. This was a great secret taught by our Lord. പരിശുദ്ധ മറിയത്തോടുള്ള ജപമാല പ്രാർത്ഥനയിലൂടെ ഏത് ദുഷ്ടാത്മാക്കളെയും കീഴ്പ്പെടുത്തുവാൻ സാധിക്കുമെന്ന് നൂറുകണക്കിന് സംഭവങ്ങളിലൂടെ പരിശുദ്ധാത്മാവ് പഠിപ്പിച്ചു. Through hundreds of examples, the Holy Spirit taught that through the prayer to our Holy Mother, we can surrender souls. അപ്രകാരം അനേകരിലും അശുദ്ധാത്മാക്കളെ പുറത്താക്കി അവരെ കീഴ്പ്പെടുത്തി അവർ യേശുവിനെ കർത്താവായി സ്വീകരിച്ച് രക്ഷ പ്രാപിക്കുന്നത് ഞങ്ങൾ കണ്ടവരാണ്. Likewise, we have surrendered many souls and have led them to salvation, and we have been witness to all these events. ഫിലിപ്പിയ പുസ്തകം 2-ാമത്തെ അധ്യായം 10-11 വചനങ്ങളാണ് അവിടെ മാംസം ധരിക്കപ്പെട്ടത്. Book of Philippians, chapter 2, verse 10 to 11. These words have taken flesh there. അത് യേശുവിന്റെ നാമത്തിന് മുമ്പിൽ സ്വർഗത്തിലും ഭൂമിയിലും നരകത്തിലുമുള്ള സകലരും മുട്ടുകൾ മടക്കുന്നതിനും In the name of Jesus, everyone in heaven, in earth, and under the earth should bow their knees യേശു ക്രിസ്തു കർത്താവാണെന്ന് and should proclaim that Jesus Christ is Lord, പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി for the glory of God the Father. എല്ലാ അധരങ്ങളും ഏറ്റുപറയുന്നതിന് വേണ്ടിയിട്ടാണ്. It is to proclaim that Jesus is Lord for the glory of God. ഈ വചനമാണ് അവിടെ മാംസം ധരിക്കപ്പെട്ടത്. These words have taken flesh there. ഈ നഷ്ടപ്പെട്ടവരെ വീണ്ടെടുക്കപ്പെട്ടപ്പോൾ അവരേറ്റു പറഞ്ഞു യേശു ക്രിസ്തു കർത്താവാണ് എന്ന്. When these lost souls were redeemed, they proclaimed Jesus is Lord. നഷ്ടപ്പെട്ട അനേകം ആത്മാക്കളെ അനേകം കാലങ്ങളായി നൂറ്റാണ്ടുകളായി രക്ഷപ്പെടാൻ ആത്മാക്കള് രക്ഷപ്പെട്ടപ്പോൾ അവരേറ്റു പറയുകയാണ് യേശു ക്രിസ്തു കർത്താവാണ് എന്ന്. The souls who were dead. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തന്നെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. സ്തോത്രം, നന്ദി, മഹത്വം ദൈവമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.